വെൽക്കം സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പൈത്തൺ സെറ്റ് ആണ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ലിസ്റ്റ് എന്താ, ടപ്പിൾ എന്താ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പൈത്തൺ സെറ്റ്. സോ വാട്ട് ഈസ് എ പൈത്തൺ സെറ്റ്? പൈത്തൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽട്ടിൻ ആയിട്ടുള്ള ഡേറ്റാ സ്ട്രക്ചർ ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് യുണീക്ക് ആൻഡ് ഇമ്മ്യൂട്ടബിൾ ഐറ്റംസ് ആണ്. അപ്പൊ എലമെന്റ് സെറ്റിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡറോ ഇൻഡെക്സോ കാണത്തില്ല. അതുകൊണ്ട് തന്നെ അതിനെ അൺഓർഡേർഡ് കളക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഇനി യുണീക്ക് എലമെന്റ്സ് ആണ്. സെറ്റിനകത്ത് നമ്മൾ യുണീക്ക് എലമെന്റ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഐഡന്റിറ്റി കാർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സെറ്റ് ഉപയോഗിക്കാം. കാരണം ഓരോ കുട്ടിക്കും ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ്സ് പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? സെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് സെറ്റ് എന്ന് പറയുന്നത് എന്താ, ഡ്യൂപ്ലിക്കേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു, യുണീക്ക് എലമെന്റ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ക്രിയേറ്റിംഗ് ആൻഡ് ഇനിഷ്യലൈസിങ് സെറ്റ്. എങ്ങനെ സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യാം? 2 വേസിൽ നമുക്ക് ചെയ്യാം. ഒന്ന് കേളി ബ്രേസസ് യൂസ് ചെയ്തിട്ട്, മറ്റൊന്ന് സെറ്റ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട്. അപ്പൊ കേളി ബ്രേസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൈ സെറ്റ് ഇസ് ഈക്വൽ ടു കേളി ബ്രേസസിൽ 1 2 3 4 കൊടുക്കാം. കേളി ബ്രേസസ് ക്ലോസ് ചെയ്യാം. ഇനി സെറ്റ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതർ ഡേറ്റാ സ്ട്രക്ചേഴ്സിനെ സെറ്റുകളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 വേസിലാണ് സെറ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് കേളി ബ്രേസസ് ഉപയോഗിച്ചിട്ട്, ഒന്ന് സെറ്റ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട്. പിന്നെ സെറ്റ് ഓപ്പറേഷൻസ് 3 ടൈപ്സ് ഉണ്ട്. മാത്തമാറ്റിക്കൽ സെറ്റ് ഓപ്പറേഷൻസ് തന്നെയാണ് യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്. അപ്പൊ നമ്മൾ യൂണിയൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? രണ്ട് സെറ്റിലെ എലമെന്റ്സിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ യൂസ് ചെയ്യുന്നത്. എ ഡോട്ട് യൂണിയൻ ബി. അപ്പൊ നമുക്ക് രണ്ട് സെറ്റ് ഉണ്ട്. ആ രണ്ട് സെറ്റിനെ കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിയൻ ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ റിട്ടേൺ ചെയ്യും. അതാണ് ഇന്റർസെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് സെറ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. അപ്പൊ എ ഡോട്ട് ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ റിട്ടേൺ ചെയ്യും. ഇനി ഡിഫറൻസ്. ഡിഫറൻസ് മീൻസ് എലമെന്റ്സ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. അതാണ് ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് എ എന്ന് പറയുന്നത് ഇപ്പം 1 2 3 ആണ്. അപ്പം എലമെന്റ്സ് ഇൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 5 6 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? എലമെന്റ്സ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. എയിലുള്ള എലമെന്റ്സ് ബിയിൽ ഇല്ലാത്തത്. അതാണ് എ മൈനസ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 ഓപ്പറേഷൻസ് ആണ് വരുന്നത്: യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് ഡിഫറൻസ്. മാത്തമാറ്റിക്കൽ സെറ്റ് ഓപ്പറേഷനിലെ അതേ ഓപ്പറേഷൻസ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സെറ്റ് മെത്തേഡ്സ് ഫോർ മാനിപ്പുലേഷൻ: ആഡ്, റിമൂവ്, ഡിസ്കാർഡ്, ക്ലിയർ. ഇതൊക്കെയാണ് സെറ്റ് മെത്തേഡ്സ്. ആഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ എലമെന്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിമൂവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് റേസിംഗ് ആൻ എറർ ഇഫ് നോട്ട് പ്രസന്റ്. അപ്പൊ ആ എലമെന്റ് പ്രസന്റ് അല്ലെങ്കിൽ എന്താ, എറർ റേസ് ചെയ്യുന്നു. ഡിസ്കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നതും എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എറർ മെസ്സേജ് ഒന്നും റേസ് ചെയ്യത്തില്ല. റിമൂവ്, ഡിസ്കാർഡ് തമ്മിലുള്ള വ്യത്യാസം അതാണ്. രണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെസിഫിക് എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിമൂവിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് പ്രസന്റ് അല്ലെങ്കിൽ എറർ റേസ് ചെയ്യും. ഡിസ്കാർഡിനകത്ത് റേസിംഗ് ആൻഡ് എറർ ഇഫ് നോട്ട് പ്രസന്റ് എന്നുള്ളതില്ല. ഒരു എറർ മെസ്സേജും ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ക്ലിയർ. ക്ലിയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിയർ യൂസ് ചെയ്യും. ഇനി ഫ്രോസൺ സെറ്റ്സ്, ഇമ്മ്യൂട്ടബിൾ സെറ്റ്സ്. ഫ്രോസൺ സെറ്റ്സ് കനോട്ട് ബി മോഡിഫൈഡ് ആഫ്റ്റർ ക്രിയേഷൻ. അപ്പം ഫ്രോസൺ സെറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള സെറ്റ്സ് ആയിരിക്കും. അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാനോ ഒന്നും ആഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് വൺസ് ക്രിയേറ്റ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഹാഷ് കീസ്. ഐഡിയൽ ആസ് കീസ് ഇൻ ഡിക്ഷണറീസ് ബിക്കോസ് they are hashable and immutable. Use the frozen set function to create a frozen set. സെറ്റ് ആപ്ലിക്കേഷൻസ് ആൻഡ് യൂസ് കേസസ്. അപ്പം സെറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മെമ്പർഷിപ്പ് ടെസ്റ്റിംഗ്, ഡേറ്റ ഡീഡ്യൂപ്ലിക്കേഷൻ, യുണീക്ക് എലമെന്റ് കൗണ്ടിങ്. അപ്പം മെമ്പർഷിപ്പ് ടെസ്റ്റിംഗ് മീൻസ് എഫിഷ്യൻ്റ്ലി ചെക്ക് ചെയ്യാനാണ്. ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് ഉണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എഫിഷ്യൻ്റ്ലി ചെക്ക് ചെയ്യാൻ പറ്റും ബൈ മെമ്പർഷിപ്പ് ടെസ്റ്റിംഗ്. ഡേറ്റ ഡീഡ്യൂപ്ലിക്കേഷൻ മീൻസ് ഡ്യൂപ്ലിക്കേറ്റ്സിനെ നമുക്ക്
എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യുണീക്ക് ആയിരിക്കും. അതുപോലെ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഡിസ്റ്റന്റ് എലമെന്റ്സ് ഇൻ എ ഡാറ്റ സെറ്റ്, യുണീക്ക് എലമെന്റ് കൗണ്ടിങ്. ഇതൊക്കെയാണ് സെറ്റിന്റെ യൂസ് കേസസും ആപ്ലിക്കേഷൻസും. മെമ്പർഷിപ്പ് ടെസ്റ്റിംഗ് ഉണ്ട്, ഡ്യൂപ്ലിക്കേഷൻ അലൗ ചെയ്യുന്നില്ല, അതാണ് ഡാറ്റ ഡി ഡ്യൂപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ യുണീക്ക് എലമെന്റ് കൗണ്ടിങ്. ഇനി അതിന്റെ പെർഫോമൻസിനെ പറ്റി പറയുവാണെങ്കിൽ കൺസൈൻസ് ആയിട്ടുള്ള സിന്റാക്സ് ആണ്. ക്രിയേറ്റ് സെറ്റ് ഇൻ എ സിംഗിൾ ലൈൻ. ദെൻ ഇംപ്രൂവ്ഡ് റീഡബിലിറ്റി, ക്ലിയർ ആൻഡ് കൺസൈൻസ് കോഡ്, ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസ്, എഫിഷ്യന്റ് ഫോർ ലാർജ് സെറ്റ്സ്, ഓഫൻ ഫാസ്റ്റർ ദാൻ ലൂപ്സ് ആണ്. യൂസ് സെറ്റ് ഫോർ യുണീക്ക് എലമെന്റ്സ് ബട്ട് കൺസിഡർ ലിസ്റ്റ് ഫോർ ഓർഡേർഡ് സീക്വൻസ്. അപ്പൊ നമ്മൾ സെറ്റ് യുണീക്ക് എലമെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുക, പക്ഷേ സെറ്റ് അൺഓർഡേർഡ് ആണ്. അതുകൊണ്ട് ഓർഡേർഡ് സീക്വൻസ് നമുക്ക് വേണ്ടതെങ്കിൽ സെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, പകരം ലിസ്റ്റ് യൂസ് ചെയ്യുക. യൂട്ടിലൈസ് സെറ്റ് ഓപ്പറേഷൻ ഫോർ എഫിഷ്യന്റ് ഡാറ്റ മാനിപ്പുലേഷൻ. കൺസിഡർ ഫ്രോസൺ സെറ്റ്സ് ഫോർ ഹാഷ് കീസ് ആൻഡ് ഡാറ്റ ഇന്റഗ്രിറ്റി. അപ്പോൾ ഡാറ്റ ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ടും ഹാഷ് കീസിനും ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോസൺ സെറ്റ് ആണ്. ഫ്രോസൺ സെറ്റിന്റെ ഒരു പ്രത്യേകത, അത് ഇമ്മ്യൂട്ടബിൾ ആണ്. വൺസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് വി കനോട്ട് അപ്ഡേറ്റ് ഓർ മോഡിഫൈ ഫ്രോസൺ സെറ്റ്സ്.